ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ സൂയിങ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് സൂയിങ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ജുക്കിയുടെ മെഷീനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈഡിലായിട്ട് ഞാൻ എൻ്റെ സൂയിങ് ബോക്സ് സൂയിങ്ങിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെഷീൻ ബോക്സിൽ തന്നെ നമുക്ക് ത്രെഡ് വെക്കാനുള്ള ഒരു ബോക്സ് ഉണ്ടല്ലേ, ആ ബോക്സിനകത്ത് ത്രെഡും ബോബിൻ കേസും ബോബിനൊക്കെ ഞാൻ അതിനകത്താണ് ഇടുന്നത്. പിന്നെ വേണ്ടത് സിസറും ഞാൻ അതിനകത്താണ് ഇടുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് ടേപ്പും അതുപോലെ ട്രിമ്മറും സീം റിപ്പറാണ്. ട്രിമ്മർ എല്ലാവർക്കും അറിയാമല്ലോ, ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സീം റിപ്പറും അതുപോലെ ത്രെഡ് കട്ട് ചെയ്യാൻ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോക്സിൽ ഇതൊക്കെയാണുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വലിയ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഞാനിവിടെ ഓരോ ബോക്സും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെറിയൊരു കുഞ്ഞു ബോക്സിൽ ചോക്കിൻ്റെ പീസെല്ലാം അതിനകത്താണ് കേട്ടോ ഇടുന്നത്. എല്ലാം കൂടി മിക്സ് ആക്കാതിരിക്കാൻ വേണ്ടി ചെറിയ സാധനങ്ങളെല്ലാം ഇതുപോലെ കുഞ്ഞു ബോക്സിനകത്താക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ സിംഗിൾ ഫൂട്ടാണ് ഇത്, നമുക്ക് സിബൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫൂട്ടാണ്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ സ്ക്രൂ ഡ്രൈവറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ജുക്കി മെഷീനിൽ യൂസ് ചെയ്യുന്ന നീഡിലാണ് കേട്ടോ. അപ്പോൾ നീഡിലും ഇപ്പം ഞാൻ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ്. ഓക്കെ, ഇനി കാണിക്കാൻ പോകുന്നത് പാറ്റേൺ മേക്കിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസാണ്. ഇത് പേപ്പർ കട്ട് ചെയ്യുന്ന സിസറാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പെൻസിൽ, സ്കെയില്, പെന്ന്, അതുപോലെ സ്കെച്ച് പെന്ന്, സ്കെയില്, ഇറേസർ, ഷാർപ്പിനർ, ഇത്ര ഐറ്റംസാണ് പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു 1/4 ഇഞ്ച്, 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് അല്ലേ. നമ്മൾ പ്രയർ ഡ്രസ്സിലൊക്കെ ഞാൻ കൂടുതലും ഈ ഒരു ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ ഫസ്റ്റ് ഡ്രോയ്ക്കകത്താണ് വെക്കുന്നത്. അടുത്തത് 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഇതുപോലെ റോളായിട്ട് എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് കുറച്ചുകൂടി ലാഭത്തിന് കിട്ടും. ഞാൻ ഈ ഒരു 1/4 ഇഞ്ചിൻ്റെത് ഐ തിങ്ക് 90 രൂപയ്ക്കും, ഈ ഒരു 1/2 ഇഞ്ചിൻ്റെത് 100 റുപ്പീസിനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മളല്ലാതെ വാങ്ങുമ്പോൾ നല്ല എമൗണ്ട് ആവും. അപ്പോൾ ബൾക്കായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വാങ്ങാനാണ് കേട്ടോ ലാഭം. പിന്നെയുള്ളത് സിബ്ബാണ്. സിബ്ബ് വലിയ സൈസുണ്ട്, ചെറിയ സൈസുണ്ട്, അതുപോലെ നമ്മൾ ഇൻവിസിബിൾ സിബ്ബുണ്ട്, നോർമലി സിബ്ബുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് സിബ്ബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ത്രെഡ് ഞാൻ ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ വാങ്ങുമ്പോൾ കുറച്ചധികം ഇതുപോലെ എടുത്ത് സ്റ്റോക്ക് ആക്കി വെക്കും. എപ്പോഴാണ് തീരുന്നത് അതനുസരിച്ച് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ത്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് സ്ക്രഞ്ചീസാണ്. നമ്മൾ മുടിയൊക്കെ നമ്മളെപ്പോഴും കെട്ടി വെച്ചിട്ടാണ് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കാനുള്ളത് കേട്ടോ. ഇനി വേണ്ടത് പിന്നാണ്. നമുക്ക് ഇലാസ്റ്റിക് കുറക്കാനും അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് പിന്ന് വേണമല്ലോ, അതൊക്കെയാണ്. ഇനിയുള്ളത് ലേസാണ്. ഈ ഒരു ലേസാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ജിൽബാബിൽ യൂസ് ചെയ്യും, അതുപോലെ ബേബി ഫ്രോക്കിലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ വൈറ്റ് കളറാണ് എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ബോക്സിൽ തന്നെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ബോക്സിൽ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ബോക്സിൽ ജ്വല്ലറി മേക്കിംഗ് കിറ്റാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ 2 ബോക്സിലും ഹെയർ ആക്സസറീസും അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഐറ്റംസാണ് കേട്ടോ. ഇനിയുള്ളത് സ്ക്രഞ്ചീസിൻ്റെ ഇലാസ്റ്റിക്കാണ്. ഇത് അതിന് മുന്നേ വാങ്ങിച്ചത് കഴിയാറായി, അതുകൊണ്ട് ഞാനിപ്പോൾ സെക്കൻഡ് ഒരു റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. ഇനിയുള്ളത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് 1/2 ഇഞ്ചും 1/4 ഇഞ്ചൊക്കെയാണ്. ഈ 1 ഇഞ്ചിൻ്റെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഉരുളിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഇത് ക്ലേ ആണ് കേട്ടോ, ജ്വല്ലറി മേക്കിങ് ചെയ്യുന്നതിൻ്റെ ക്ലേ ആണ് കേട്ടോ. ഇനി 1 ഇഞ്ചിൻ്റെ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പോർഷനാണ് ഇത്. ഇനിയുള്ളത് ക്യാൻവാസാണ്. ക്യാൻവാസ് ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനെടുത്ത് കട്ട് ചെയ്യാറ്. ഓക്കെ, പിന്നെയുള്ളത് ഹൂക്സാണ്. ഹൂക്ക് ഞാൻ നേരത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് പുതിയ പാക്കറ്റാണ്, ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇനിയുള്ളത് ഇതും നമ്മൾ സ്ക്രഞ്ചീസൊക്കെ യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക്കാണ്. ഇതിൽ നമുക്ക് മുത്ത് കോർത്ത് ബണ്ണൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആ ഒരിതാണ് കേട്ടോ. ഇത് ബട്ടൺസാണ് കേട്ടോ. ഞാൻ പൊട്ടിപ്പോകുന്നതും ഫ്രോക്കിൽ നിന്നൊക്കെ പൊട്ടിപ്പോകുന്നതൊക്കെ പറക്കി വെക്കുന്ന ബട്ടൺസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് സെക്കൻഡ് ബോക്സിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് തേർഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. തേർഡ് ബോക്സിൽ ആരി വർക്കും എംബ്രോയിഡറിയുടെയും സാധനങ്ങളാണ് കേട്ടോ. അപ്പം എംബ്രോയിഡറി ഫസ്റ്റ് ഒരു പൗച്ചിനകത്ത് ഞാൻ എംബ്രോയിഡറി ത്രെഡും എംബ്രോയിഡറി നീഡിലുമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു പൗച്ചിൽ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആരി വർക്കിൻ്റെ ആണ്. അപ്പോൾ ഈ ആരി വർക്കിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ആരി വർക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഫോർത്ത് ബാസ്ക്കറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കൂടുതലും ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിൻ്റെ പെന്നാണ് ഫസ്റ്റ് വരുന്നത്. എന്താണ് ഔട്ട്ലൈനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഗ്ലൂ ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അക്രൈലിക് പെയിൻ്റാണ്. ഇത് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിൽ യൂസ് ചെയ്യുന്ന പെയിൻ്റാണ് കേട്ടോ. ഇനിയുള്ളത് ഗ്ലാസ് പെയിൻ്റാണ്. ഓക്കെ, ഗ്ലാസ് പെയിൻറ്റും അതിൻ്റെ ഔട്ട്ലൈനറും ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് സ്റ്റാപ്ലറും പിന്നും ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ സെല്ലോ ടേപ്പ് ആണ് കേട്ടോ. ഞാനിത് ഫ്ലവർ മേക്കിംഗ് അതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെല്ലോ ടേപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അതെല്ലാം ഞാനിതുപോലെ കറക്റ്റ് അതാത് പൊസിഷനിൽ തന്നെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ഈസി ആയിരിക്കും. ഇനി ബ്ലാക്കും വൈറ്റും അക്രൈലിക് കളർ ഉണ്ടായിരുന്നു, അതെടുത്തു. ഇനിയുള്ളത് സ്റ്റോൺ ലേസ് ആണ്. ഇത് നമ്മൾ ഫാബ്രിക്കിൽ യൂസ് ചെയ്യും, അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിനും യൂസ് ചെയ്യും കേട്ടോ. ഇനിയുള്ളത് എന്താണ് റിബണാണ്. ഇത് 1/4 ഇഞ്ചിൻ്റെയും അതുപോലെ 1/2 ഇഞ്ചിൻ്റെയൊക്കെ റിബണാണ്. ഇത് എന്താണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന റിബൺ വർക്ക് ചെയ്യും, എംബ്രോയ്ഡറി റിബൺ വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് ബ്രഷസ് ആണ് കേട്ടോ. നമ്മൾ എന്താണ് പെയിൻറ്റിങ് ചെയ്യുന്ന ഫാബ്രിക് പെയിൻറ്റിൽ ചെയ്യുന്ന ബ്രഷാണ്. ഇനിയുള്ളത് പഞ്ചിങ് മെഷീനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ പഞ്ചിങ് മെഷീനിൽ യൂസ് ചെയ്യുന്ന പിന്നാണ്. പിന്നെ അതിൻ്റെ കുറച്ച് എന്താണ് ബീഡ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഐറ്റം ബീഡ്സ് മാത്രമേ ഉള്ളൂ. ഞാനിത് അബായയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് വാങ്ങിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വീണ്ടും ഒരു റെഡ് കളർ സ്റ്റോൺ ലേസും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് വൂളൻ ത്രെഡാണ്. ഇത് നമ്മൾ ക്രോഷ്യോ വർക്ക് ചെയ്യാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് ഫ്ലവർ കമ്പിയാണ്. ഇത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഫോർത്ത് ബോക്സിലുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ബോക്സിലും ലേസ് തന്നെയാണ്. ആ ലേസ് കളക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് പാക്കിംഗ് കവറാണ്. ഇത് കൊറിയർ ബാഗാണ്. നമ്മൾ ജിൽബാബൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബാഗിലാണ്. ഇത് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതും പാക്കിംഗ് ബാഗാണ്. ഇതിൽ നമ്മൾ എന്താണ് കൊറിയർ ചെയ്യാത്തവർക്ക് ഈ ഒരു ബാഗിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനിയുള്ളത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ക്ലോത്തും പിന്നെ പേപ്പറൊക്കെയാണ്. ഇത് ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിച്ച സമയത്ത് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് ലേസ് കളക്ഷൻസ് ആണ്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ട് ബാക്കി വന്നതൊക്കെ ഞാൻ ഇതിനകത്താണ്, ഈ ലാസ്റ്റ് ബോക്സിനകത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കുറച്ച് കവറിൽ കെട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പൊടിയൊന്നും അടിക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ സൂയിങ് ബോക്സിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.